മണ്ണാർക്കാട് നഗരസഭയിൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അറിവോടെയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് സി മുഹമ്മദ് ബഷീർ ആരോപിച്ചു. സിപിഎം ബിജെപി കൂട്ടുകെട്ട് മണ്ണാർക്കാട് നഗരസഭയിലും കൊണ്ടാടപ്പെട്ടു എന്നും ബഷീർ വിമർശിച്ചു. ഇവിടെ കുന്തിപ്പുഴ 1-ാം വാർഡ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഓരോ വോട്ടാണ്. കേരളത്തിൽ തന്നെ ഒരു വോട്ട് കിട്ടിയ നഗരസഭ മണ്ണാർക്കാട് ആയിരുന്നു. അല്ല, പൂജ്യമല്ല, ഓരോ വോട്ട് എന്ന് പറഞ്ഞു. പൂജ്യം കിട്ടിയത് ഉണ്ടാവും, ചിലപ്പോൾ 2 വോട്ട് 5 വോട്ടൊക്കെ ഉണ്ടാവും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു വോട്ടാണ് കിട്ടിയത്. ഉണ്ട്. ഓക്കെ. അപ്പോ ഇതില് പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ 165 വോട്ട് LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. 14 വോട്ടുകൾ വെൽഫെയർ പാർട്ടിക്കുണ്ടായിരുന്നു. ആ 2 വോട്ട് കൂടെ കൂട്ടുമ്പോൾ 179 വോട്ട് കൃത്യമായിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പെട്ടിയിൽ വീണു എന്നുള്ളതാണ് ഞങ്ങൾ ഈ ബാന്ധവത്തെ സ്ഥിരീകരിക്കുന്നത്. രണ്ടാമത് ബിജെപിയുമായുള്ള ബന്ധം വളരെ വ്യക്തമാണ്, ക്ലിയറാണ്. എൻ്റെ വാർഡിൽ ഞാൻ വോട്ട് ചെയ്ത 24-ാം മണ്ണാർക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് നമ്പിയമ്പടിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി തോറ്റു എന്നറിഞ്ഞ ഉടനെ തൊട്ട് കാരാകുർശി പഞ്ചായത്തിലെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വാർഡിലേക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. ബിജെപിയുടെ കൊടിയും എടുത്തുകൊണ്ട്. അത് ഏത് ബന്ധത്തിലാണ്, കൈകൊട്ടിക്കളി ആയാലും തിരുവാതിര കളി ആയാലും ഒരു തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ആഘോഷിക്കുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഉള്ള ആ ഒരു സന്തോഷത്തിൽ പങ്കുവെക്കുമ്പോൾ ഈ ആളുകളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വളരെ ക്ലിയറാണ്. അതോടൊപ്പം തന്നെ ഞാൻ മത്സരിച്ച വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അവിടെ എത്ര വോട്ടുണ്ടായിരുന്നു? ഈ ഒരു തെരഞ്ഞെടുപ്പ് 14 വോട്ടാണ് ബിജെപി കിട്ടിയത്. ബാക്കി വോട്ട് അവിടെ പോയി. ഇങ്ങനെ ഓരോ വാർഡിലും നിങ്ങൾ അന്വേഷിക്കണം. പത്രക്കാരൻ നിങ്ങളിത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഒരു ഭാഗത്ത് വർഗീയ പാർട്ടികളുമായി ഒരു കൂട്ടുമില്ല എന്ന് പറയുകയും മറുഭാഗത്ത് ഇവരുമായി വളരെ പരസ്യമായിക്കൊണ്ട് തന്നെ ബന്ധം നിലനിർത്തുകയും ചെയ്തു. അവിടെ 22-ാം വാർഡ് അബിത പരാജയപ്പെട്ടത് 9 വോട്ടല്ല, 6 വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ ഉച്ച വരെ ഇവര് 2ആയി വോട്ട് പിടിക്കുകയും ചെയ്ത് ഉച്ച കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുന്ന ഒരു കാഴ്ച നമ്മളവിടെ കണ്ടു. ഞാനും പെരുമ്പടാരി സ്കൂളിലായിരുന്നു. പെരുമ്പടാരി ആ സ്കൂളിലാണ് എൻ്റെ ബൂത്ത് ഉണ്ടായിരുന്നത്. ഞാനത് നേരിൽ കണ്ട കാഴ്ചകളാണ്. അപ്പൊ ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഇത്രയെങ്കിലും അവർ നേടിയത്. അപ്പൊ ജമാഅത്ത് പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 1-ാം വാർഡിൽ ഇത് സംഭവിച്ചപ്പോൾ ഈ 19-20 വാർഡുകൾ, ആ 2 വാർഡിലും ജമാഅത്തിന് എത്ര വോട്ടുണ്ടെന്ന് എവിടെ എല്ലാവർക്കും അറിയാം. ഒരു വാർഡിൽ 60 വോട്ടിൽ പരം വോട്ടുകളുണ്ട്, 100 പരം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾക്ക് തന്നെയാണ് അവിടെ വിജയിച്ചത്. അപ്പോൾ അവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ നേടിയ വിജയമാണ് LDFന് മണ്ണാർക്കാട് ഇത്ര എങ്കിലും സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വളരെ കൃത്യമായിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നേരിട്ടത്. അത് ജനം അംഗീകരിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കോട്ടയായ നമ്മുടെ പെരുമ്പടാരിയിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ ആണ്ടിപ്പാടം നെല്ലിപ്പുഴ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തു. അതേപോലെ തന്നെ പാറപ്പുറം സീറ്റ് പിടിച്ചെടുത്തു. അപ്പോൾ നല്ല ഞങ്ങളുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ ജനം അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ അംഗീകാരമാണ് ജനങ്ങൾ തന്നിട്ടുള്ളത്. CCN മണ്ണാർക്കാട്.